പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ ഗിസയിലെ പിരമിഡുകൾ അവയുടെ സ്മാരക അളവിലും ചരിത്രപരമായ പ്രാധാന്യത്തിലും വളരെ കാലമായി ആളുകളെ ആകർഷിച്ചിട്ടുണ്ട്. ഈ ഐക്കോണിക് ഘടനകൾ ബഹിരാകാശത്ത് നിന്ന് ദൃശ്യമാണോ എന്നതാണ് പൊതുവായ ചോദ്യം. 4500 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ഉയർന്ന ഘടനകൾ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ആധുനിക യുഗത്തിലും വിസ്മയവും അത്ഭുതവും നൽകുന്നു. അവ ബഹിരാകാശത്ത് നിന്ന് ദൃശ്യമാണോ എന്ന ചോദ്യം വളരെയധികം ചർച്ചകൾക്കും ആകർഷണീയതയ്ക്കും വിഷയമായിരുന്നു. ഗിസയിലെ പിരമിഡുകൾ ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയും. എന്നാൽ ദൃശ്യപരതയുടെ അളവ്, നിരീക്ഷകന്റെ സ്ഥാനം, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി ബഹിരാകാശ യാത്രികർ തങ്ങൾക്ക് ബഹിരാകാശത്ത് നിന്ന് പിരമിഡുകൾ കാണാൻ കഴിയുമെന്ന് സ്വീകരിച്ചു. പ്രത്യേകിച്ച് താഴ്ന്ന നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ ഭ്രമണപഥം. എക്കാലത്തെയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള സമൂഹമാണ് നമ്മുടേതെന്ന അഹങ്കാരം പിരമിഡുകളെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ആവിയായി പോകും. ഇന്നത്തെ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈജിപ്തിലേതുപോലുള്ള പിരമിഡുകൾ നിർമ്മിക്കുക പ്രായോഗികമല്ല. ഓരോ പിരമിഡും വലിയ തോതിൽ മനുഷ്യ അധ്വാനം ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെങ്കിലും ലളിതവും അത്രമേൽ കാര്യക്ഷമവുമായ എന്തോ സാങ്കേതിക വിദ്യയും പിരമിഡ് നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു. ഫ്ലോസ് 1 ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. സാക്കറ പിരമിഡ് നിർമ്മിക്കാൻ ഹൈഡ്രോളിക് ഫോഴ്സ് ഉപയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പഠനം വിശദീകരിക്കുന്നത്. ഫറവോയുടെ കാലത്ത് 2650 BC-യിൽ നിർമ്മിച്ച സാക്കറ പിരമിഡാണ് ഈജിപ്തിലെ പിരമിഡുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമേറിയത്. സാക്കറ ശവകുടീരത്തിലാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. 205 അടി ഉയരമുള്ള സാക്കറ പിരമിഡാണ് പിന്നീട് ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട പിരമിഡുകൾക്കെല്ലാം പ്രചോദനമായതും. പൗരാണിക കാലത്തെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ 481 അടി ഉയരമുള്ള ഗിസയിലെ മഹത്തായ പിരമിഡ് അടക്കം സാക്കറ പിരമിഡിന്റെ പിൻഗാമികളാണ്. സാക്ര പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായി നടത്തിയ പഠനങ്ങളിൽ നിന്നും ഇവർ പ്രദേശത്ത് വലിയൊരു അണക്കെട്ടിനുള്ള സാധ്യത കണ്ടെത്തിയിരുന്നു. പിരമിഡിനുള്ളിലൂടെ വെള്ളം നിറച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം വഴി കൂടുതൽ എളുപ്പത്തിൽ ഭാരമേറിയ കല്ലുകൾ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഫ്രഞ്ച് ഗവേഷണ സ്ഥാപനമായ പാലിയോടെക്നിക് തലവൻ സേവ്യർ ലാൻഡ്രോയാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. വെള്ളം ഉപയോഗിച്ച് ഒരു എലിവേറ്റർ പോലെ അനായാസം കല്ലുകൾ പിരമിഡ് നിർമ്മാണത്തിനായി പിരമിഡിനുള്ളിലൂടെ മുകളിലേക്ക് എത്തിച്ചുവെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. ഈ സാധ്യതയെ എല്ലാ ഗവേഷകരും അനുകൂലിക്കുന്നില്ല. ഈജിപ്തുകാർ ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ചു എന്നതിന് തെളിവുകളുണ്ട്. എന്നാൽ ഹൈഡ്രോളിക് സിസ്റ്റം അവർ ഉപയോഗിച്ചിരുന്നു എന്നതിന് ഇന്ന് വരെ തെളിവ് ലഭിച്ചിട്ടില്ല എന്നാണ് കേംബ്രിഡ്ജിലെ ഈജിപ്തിനെ കുറിച്ചുള്ള ഗവേഷകരായ ജൂഡിത്ത് ബുൻബെറി പ്രതികരിച്ചത്. ഇത്രയേറെ ഉയരത്തിലേക്ക് കല്ലുകൾ എത്തിക്കാൻ മാത്രം ശക്തമായ ഹൈഡ്രോളിക് സംവിധാനം നിർമ്മിക്കാൻ വേണ്ടത്ര ജലം ശേഖരിക്കാനുള്ള സാധ്യതയെ ടൊറന്റോ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകൻ ഓറൻ ഗിസലും ചോദ്യം ചെയ്യുന്നുണ്ട്.